ഹായ് നമസ്കാരം. സെൻസെക്സ് കേറി നിഫ്റ്റി താഴോട്ട് പോയി എന്നൊക്കെ നമ്മളെപ്പോഴും വാർത്തകളിൽ കേൾക്കാറുണ്ടല്ലേ? പക്ഷേ എന്താണ് ശരിക്കും ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്? നമുക്ക് സിമ്പിളായിട്ട് ഇതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ? അപ്പോൾ ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയിലെ പ്രധാന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായ BSEയിലും NSEയിലുമായി ആയിരക്കണക്കിന് കമ്പനികളുണ്ട്. അപ്പോൾ ഈ ആയിരക്കണക്കിന് കമ്പനികളുടെയും പ്രകടനം ഒരുമിച്ച് നോക്കിയിട്ട് മാർക്കറ്റ് മൊത്തത്തിൽ മുകളിലോട്ടാണോ അതോ താഴോട്ടാണോ പോകുന്നതെന്ന് നമ്മൾ എങ്ങനെ പറയും? അത് ശരിക്കും പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അല്ലേ? ഓരോ കമ്പനിയെയും എല്ലാ ദിവസവും ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ പിന്നെ മാർക്കറ്റിന്റെ ഒരു മൊത്തത്തിലുള്ള അവസ്ഥ നമ്മളെങ്ങനെ അറിയും? പക്ഷേ ഇതിനൊരു സിമ്പിൾ സൊല്യൂഷനുണ്ട്. അവിടെയാണ് നമ്മുടെ ഇൻഡെക്സ് അല്ലെങ്കിൽ സൂചികയുടെ റോള് വരുന്നത്. ഇത് മനസ്സിലാക്കാൻ ഒരു അടിപൊളി വഴിയുണ്ട്. നമുക്കിതൊരു ക്ലാസ് റൂമിന്റെ കഥ വെച്ച് പറഞ്ഞു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു വലിയ ക്ലാസ് മുറിയായിട്ടൊന്ന് സങ്കല്പിച്ചു നോക്കാം. ഈ ക്ലാസ്സിൽ ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ഉണ്ട്. അവരാണ് നമ്മുടെ മാർക്കറ്റിലെ ഓരോ കമ്പനികളും. ഇപ്പോ ഈ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും നന്നായി പഠിക്കുന്നുണ്ടോന്ന് ടീച്ചർക്ക് ഒറ്റയടിക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യും? ക്ലാസ്സിലെ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയെ, ഒരു ക്ലാസ് മോണിറ്ററെ അങ്ങോട്ട് തിരഞ്ഞെടുക്കും. അതുപോലെ തന്നെയാണ് ഇൻഡെക്സും. മാർക്കറ്റിലെ ഏറ്റവും മികച്ച, ഏറ്റവും വലിയ കുറച്ച് കമ്പനികളെ തിരഞ്ഞെടുത്തിട്ട് അവയുടെ ഒരുമിച്ചുള്ള പ്രകടനത്തെയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സംഗതി സിമ്പിളാണ്. ക്ലാസ് മോണിറ്റർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കെന്ത് മനസ്സിലാക്കാം? ആ ക്ലാസ് മൊത്തത്തിൽ കൊള്ളാം, നന്നായി പോകുന്നുണ്ടെന്ന്. അതേ ലോജിക്, ഇൻഡെക്സ് മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ മാർക്കറ്റിന്റെ പൊതുവായ ട്രെൻഡ് അപ്വേർഡാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. സങ്കീർണമായൊരു കാര്യത്തെ ഇത് വളരെ സിമ്പിളാക്കി തരുന്നു. ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും ഫേമസ് ആയ 2 ക്ലാസ് മോണിറ്റർമാരെ പരിചയപ്പെടാം. ആരൊക്കെയാണെന്നറിയാമോ? സെൻസെക്സും നിഫ്റ്റിയും. ഇവരെ തമ്മിൽ പ്രധാനമായിട്ട് 2 വ്യത്യാസങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇവരെ റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ്. സെൻസെക്സ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും, അതായത് BSEയെയും, നിഫ്റ്റി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെയും, അതായത് NSEയെയും പ്രതിനിധീകരിക്കുന്നു. രണ്ടാമത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിലുള്ള കമ്പനികളുടെ എണ്ണമാണ്. നമുക്ക് ആദ്യം സെൻസെക്സിനെ പറ്റി പറയാം. ഇതിനെ സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. പേര് പോലെ തന്നെ BSEയിലെ ഏറ്റവും വലുതും സാമ്പത്തികമായിട്ട് ഏറ്റവും സ്ട്രോങ്ങുമായ 30 കമ്പനികളുടെ പെർഫോമൻസാണ് സെൻസെക്സ് നോക്കുന്നത്. ഇനി നിഫ്റ്റിയുടെ കാര്യം നോക്കിയാലോ? നിഫ്റ്റി നമ്മുടെ NSEയിലെ ടോപ്പ് 50 കമ്പനികളുടെ പ്രകടനമാണ് ട്രാക്ക് ചെയ്യുന്നത്. അപ്പോ 30നേക്കാൾ കൂടുതൽ, അതായത് 50 കമ്പനികൾ ഉള്ളതുകൊണ്ട് പലരും നിഫ്റ്റിയെ മാർക്കറ്റിന്റെ കുറച്ചുകൂടെ ഒരു വലിയ ചിത്രം തരുന്ന ഒന്നായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ 2 മെയിൻ മോണിറ്റർമാർ മാത്രമല്ല കേട്ടോ നമ്മുടെ മാർക്കറ്റിലുള്ളത്. വേറെയും ചില സ്പെഷ്യൽ മോണിറ്റർമാരുണ്ട്. നമ്മൾ ക്ലാസ് റൂം ഉദാഹരണത്തിലേക്ക് തന്നെ തിരിച്ചുപോയാൽ ഒരു മെയിൻ മോണിറ്റർ ഉണ്ടാകുമല്ലേ? ചിലപ്പോ കണക്കിനൊരു മോണിറ്റർ, സയൻസിന് വേറൊരു മോണിറ്റർ, അങ്ങനെയും ഉണ്ടാവാം. അതുപോലെ തന്നെയാണ് സെക്ടറൽ ഇൻഡെക്സുകളും. ഓരോ ഇൻഡസ്ട്രി, ഓരോ മേഖലയുടെയും പ്രകടനം പ്രത്യേകം ട്രാക്ക് ചെയ്യുന്നവ. അതായത് ഇപ്പൊ നമുക്ക് ബാങ്കിംഗ് സെക്ടറിന് മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ നേരെ പോയി നിഫ്റ്റി ബാങ്ക് എന്ന ഇൻഡെക്സ് നോക്കും. അതുപോലെ IT കമ്പനികളുടെ കാര്യം അറിയാൻ നിഫ്റ്റി IT ഉണ്ട്, വാഹന കമ്പനികൾക്ക് നിഫ്റ്റി ഓട്ടോ, മരുന്ന് കമ്പനികൾക്ക് നിഫ്റ്റി ഫാർമ, അങ്ങനെ ഓരോന്നിനും അതിൻ്റേതായ സൂചികകളുണ്ട്. ഇത് ഇൻവെസ്റ്റേഴ്സിന് ഓരോ സെക്ടറിനെയും ആളാതാലതായിട്ട് വിലയിരുത്താൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കേ, ഇതൊക്കെ കൊള്ളാം. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്താ ഗുണം? എന്തിനാണ് ഈ സൂചികകൾക്ക് ഇത്ര പ്രാധാന്യം? പ്രധാനമായും 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഒറ്റ നോട്ടത്തിൽ മാർക്കറ്റിന്റെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്നറിയാം. രണ്ടാമത്തേത്, മാർക്കറ്റ് മുകളിലോട്ടാണോ താഴോട്ടാണോ പോകുന്നതെന്നൊരു ഡയറക്ഷൻ കിട്ടും. പിന്നെ മൂന്നാമത്തേത്, നമ്മുടെ സ്വന്തം ഇൻവെസ്റ്റ്മെന്റ്സ് മാർക്കറ്റുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ ഇതൊരു ബെഞ്ച് മാർക്കായിട്ട് യൂസ് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ, ആയിരക്കണക്കിന് സ്റ്റോക്കുകളുള്ള ഈ കോംപ്ലിക്കേറ്റഡ് ലോകത്തെ ഒരൊറ്റ നമ്പറിലേക്ക് ഇത് ഒതുക്കിത്തരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന വാചകത്തിൽ എല്ലാമുണ്ട്. വിപണിയുടെ കഥ ഒറ്റനോട്ടത്തിൽ അറിയാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് ഒരു സൂചിക. അപ്പോ എന്താണൊരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്നും അതെങ്ങനെയാണ് മാർക്കറ്റിന്റെ പൾസ് നമുക്ക് കാണിച്ചു തരുന്നതെന്നും ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ഇനി നിങ്ങൾ ന്യൂസിൽ സെൻസെക്സിനെയും നിഫ്റ്റിയെയും പറ്റി കേൾക്കുമ്പോൾ ഏത് സൂചികയായിരിക്കും നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ.